നമസ്കാരം. ഇന്ന് കർക്കിടകം 28, രാമായണ പാരായണം 28-ാം ദിവസം. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. വിഭീഷണ രാജ്യാഭിഷേകം. ലക്ഷ്മണനോടരുൾ ചെയ്തിതു രാമനും, രക്ഷോവരനാം വിഭീഷണനായി മയാദത്തമായൊരു ലങ്കാരാജ്യമുൾപ്പുക്കു ചിത്തമോദാൽ അഭിഷേകം കഴിക്ക നീ എന്നതു കേട്ടു കവിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാദി തീർത്ഥജലങ്ങളാൽ സ്വർണ്ണ കലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോടു താപസന്മാരുമായി ആർത്തു വിളിച്ചഭിഷേകവും ചെയ്തിതു. ഭൂമിയും ചന്ദ്രദിവാകരരാദിയും രാമകഥയുമുള്ള അന്നു വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്നു കിരീടാദ്യലങ്കാരവും ചെയ്തു ദാനപുരസ്കൃതം പൂജ്യനായൊരു വിഭീഷണനായിക്കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വച്ചിതു. വാച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്നാസ്തയാ രാഘവൻ തൃക്കാൽക്കൽ വച്ച അഭിവാദ്യവും ചെയ്തു. വിഭീഷണനാദരാൽ നക്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി രാമഭദ്രനതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ. ഇപ്പോൾ കൃതകൃത്യനായേനഹം എന്നു ചിൽപുരുഷൻ പ്രസാദിച്ചരുളിടിനാൻ. അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായി അരുൾ ചെയ്തിതു രാഘവൻ. ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ, ത്വൽസഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോടു വധിച്ചിതു നിശ്ചയം. ലങ്കേശ്വരനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു. പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ, നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം ബുക്കറിയിക്കണം തന്വങ്കിയാകിയ ജാനകിയോടിതം. നക്തഞ്ചരാധിപ നിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങെന്നോടു വന്നു പറക നീ സത്വരം എന്നതു കേട്ടു പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചരർ സൽക്കരിച്ചിടിനാർ. നന്ദിതനായൊരു മാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയെ നമസ്കരിച്ചിടിനാൻ. വക്രപ്രാസാദമാലോക്യ കവിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാരനന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേവീടിനാൻ. യുദ്ധം ഭവതിയോടൊക്കെ പറകന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിതറിഞ്ഞാലും സന്തോഷമെത്ര ഉണ്ടായതു സീതയ്ക്കെന്നെന്തു ചൊല്ലാവതു. ജാനകീ ദേവിയും ഗദ്ഗദവർണ്ണേന ചൊല്ലിനാൾ, എന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലു നീ. ഭർത്താവിനെ കണ്ടുകൊള്ളുവാനുപായമെന്തെത്ര പാർക്കേണമിനിയും ശുചൈവ ഞാൻ. നേരത്തതിന്നു യോഗം വരുത്തിയിടു നീ, ധീരത്വമില്ലിനിയും പൊറുത്തിയിടുവാൻ. വാദാത്മജനും രഘുവരൻ തന്നോടു മൈഥിലീ ഭാഷിതം ചെന്നു ചൊല്ലിയിടിനാൻ. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടു സന്തുഷ്ടനായി അരുൾ ചെയ്താൻ,
വിരയെ നീ ജാനകി ദേവിയെ ചെന്നു വരുത്തുക. ദീനതയുണ്ടുപോൽ കാണായിക കൊണ്ടുമാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാനുലേപാദ്യലങ്കാരമണിയിച്ചു ശില്പമായോരു ശിബികമേലാരോപ്യ മൽപുരോഭാഗേ വരുത്തുക സത്വരം. മാരുതി തന്നോടുകൂടെ വിഭീഷണനാരാമദേശം പ്രവേശിച്ചു സാദരം. വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ടു മുക്താംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലുന്നേരമുണ്ടായി ചമഞ്ഞിതൊരു ഘോഷനിസ്വനം. വാനരവീരരും തിക്കിത്തിരക്കിയ ജാനകീ ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടൊരു യാഷ്ടികന്മാരണഞ്ഞാട്ടിയകറ്റിനാർ. കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ, ഞാനുര ചെയ്തിതു നിന്നോടിതെന്തടോ. ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളതതു പറഞ്ഞിടു നീ. മാതാവിനെ ചെന്നു കാണുന്നത് പോലെ മൈഥിലിയെ ചെന്നു കണ്ടാലുമേവരും പാദചാരേണ വരേണമെന്നന്തികേ മേദിനി നന്ദിനി കിം തത്ര ദൂഷണം. കാര്യാർത്ഥമായി പുരാ നിർമ്മിതമായൊരു മായാജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ. ലക്ഷ്മണനോടു മായാസീതയും ശുചാ തർക്ഷണേ ചൊല്ലിനാൾ ഏതുമേ വൈകാതെ. വിശ്വാസമാശുമൽ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ഠത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതുമെനിക്കതിൽ ചാടുവാൻ. സൗമിത്രിയും അതു കേട്ടു രഘൂത്തമ സൗമുഖ്യഭാവമാലോക്യ സസംഭ്രമം. സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഡം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമപാർശ്വം പ്രവേശിച്ചു നിന്നീടിനാൻ. ഭൂമി സുതയും അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ മുകുസ്ത്രയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ. ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തേ നിരൂപിച്ചതെങ്കിൽ അതിന്നു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമിന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ 3 വലം വെച്ചു അഗ്നിയിൽ ചാടിനാൾ കിഞ്ചിൽ ഭയം വിനാ. ദുശ്ചവനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായതു ലോകവും അന്നേരം. ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ചാരണ ഗുഹ്യക സിദ്ധ സാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യ ജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കവേ ചുറ്റും നിറഞ്ഞിതു. രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കലന്നേരം വന്ദിച്ചിതെല്ലാവരെയും നരേന്ദ്രനും. രാമചന്ദ്രം പരമാത്മാനമന്നേരം പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാർ. സർവലോകത്തിനും കർത്താ ഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ. അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാനനാശകനാകുന്നതും ഭവാൻ. സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. കർണങ്ങളായതും അശ്വനീ ദേവികൾ, കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ,
ശുദ്ധനായി നിത്യനായി അദ്വയനായി ഒരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടെ മായയാ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിലോർത്തിടുവോർ. നിന്നുടെ നാമസ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദം ഒട്ടൊഴിയാതെ അടക്കിനാൻ. നിർദ്ദയം നഷ്ടനായാൻ അവനിന്നു നിന്നാലിനി പുഷ്ടസൗഖ്യം വസിക്കാം ത്വൽക്കരുണയാ. ദേവകളിത്തം പുകഴ്ത്തും ദശാന്തരേ ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൻ. വന്ദേ പദം പരമാനന്ദമദ്വയം വന്ദേ പദമശേഷസ്തുതി കാരണം. അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താമാത്രമവ്യയമീശ്വരം സർവഹൃദിസ്ഥിതം സർവജഗന്മയം സർവലോകപ്രിയം സർവജ്ഞമത്ഭുതം. രത്നകിരീടം രവിപ്രഭം കാരുണ്യരത്നാകരം രഘുനാഥം രമാവരം. രാജരാജേന്ദ്രം രജനീചരാന്തകം രാജീവലോചനം രാവണനാശനം. മായാപരമജം മായാമയം അനുനായകം മായാവിഹീനം മധുദ്വിഷം മാനവം മാനഹീനം മനുജോത്തമം. മാധുര്യസാരം മനോഹരം മാധവം യോഗിചിന്യം സദാ യോഗിഗമ്യം മഹായോഗവിധാനം പരിപൂർണമച്യുതം. രാമം രമണീയരൂപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേ. യുദ്ധം വിധാതൃസ്തുതി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ചിരുന്നരുളുന്നേരം. ആശ്രയാശൻ ജഗദാശ്രയഭൂതയാം ആശ്രിതവത്സലയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിനാൻ. ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും. ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്നെങ്കലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക. സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ. ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ. പങ്കേരുഹാക്ഷനും ജാനകീ ദേവിയെ സ്വാംഗേ സമാവേശ്യ ശോഭിച്ചിതേറ്റവും. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ.